നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കേരളത്തെ ആശങ്കയുടെ മണിക്കൂറുകളിൽ തളച്ച സംഭവ വികാസത്തിനാണ് ഈ ആഴ്ച നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാടലും തുടർന്നുള്ള അന്വേഷണവും പിടികൂടലുമായിരുന്നു ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്. ഒറ്റക്കയ്യനായ സൗമ്യ കൊലക്കേസിലെ പ്രതി സുരക്ഷാ സംവിധാനങ്ങളെ പൊളിച്ച് എങ്ങനെ മതിൽ ചാടി പുറത്തെത്തി എന്നത് ആശങ്കാജനകമാണ്. പോലീസ് സംവിധാനത്തിന് പോലും നാണക്കേടുണ്ടാക്കി എന്ന് വാസ്തവം. എങ്കിലും അധികം വൈകാതെ പ്രതിയെ പിടികൂടാനായത് പോലീസിന് നാണക്കേടിൽ നിന്നും അല്പം ആശ്വാസമായി. കേരള തമിഴ്നാട് പോലീസ് രേഖകളിൽ ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി അറിയപ്പെടുന്നത് ഒട്ടേറെ പേരുകളിൽ. ഗോവിന്ദചാമി, ചാർലി തോമസ്, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങിയ പേരുകളാണ് മുൻ കേസുകളുടെ രജിസ്റ്ററുകളിലുള്ളത്. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയാണ് പതിവ്. സേലം കോടതിയിൽ വിചാരണ നടക്കവെ ജാമ്യത്തിലിറങ്ങി കേരളത്തിലെത്തിയാണ് തീവണ്ടി യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്തിയത്. ഏകബന്ധുവായി പോലീസ് രേഖകളിലുള്ളത് സഹോദരൻ സുബ്രഹ്മണിയാണ്. ഇയാളും സേലം ജയിലിൽ ശിക്ഷയനുഭവിച്ചിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ ഗോവിന്ദചാമി നൽകിയത് വ്യാജ മേൽവിലാസമായിരുന്നു. ഗോവിന്ദചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത്. സ്ഥിരം മോഷ്ടാവായി സേലം, ഈറോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരുണ്ട്. യഥാർത്ഥ പേര് ഗോവിന്ദചാമി എന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടുകൾ. ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് പിടിയിലായത്. സിനിമാ കഥകളെ വെല്ലുന്ന ആസൂത്രണമാണ് ഇയാൾ നടപ്പാക്കിയത്. 8 മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ജയിൽ ചാടിയത്. പകൽ സമയം ഉറങ്ങി, രാത്രി ഉറങ്ങാതെ കമ്പി മുറിച്ചു. ജയിലിൽ ഉണക്കാനിട്ടിരുന്ന മുണ്ടുകൾ കൂട്ടിക്കെട്ടി കയറാക്കിയാണ് മതിൽ ചാടിയത്. ദിവസങ്ങളായി ബിസ്ക്കറ്റ് കവറുകൾ സൂക്ഷിച്ചു വെക്കുന്ന ശീലവും ഇയാൾക്കുണ്ടായിരുന്നു. ജയിൽ ചാടുമ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗിൽ പിടിച്ചത് ബിസ്ക്കറ്റിന്റെ കവർ ഉപയോഗിച്ചായിരുന്നു. റിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടം മാതൃകയാക്കിയെന്നും ഇയാൾ പറയുന്നു. ഒറ്റക്കൈയും പല്ലും ഉപയോഗിച്ചാണ് തുണിയിലൂടെ കയറി മതിൽ ചാടിയത്. ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ചു കയറി പിന്നീട് വായ ഉപയോഗിച്ച് തുണി കടിച്ചു പിടിക്കും, പിന്നെയും കയറും. ഇതായിരുന്നു രീതി. അഴിയെറുക്കാൻ തുടങ്ങിയത് 4 മാസം മുൻപാണെന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിലുണ്ട്. വാർഡർമാർ മുഴുവൻ സമയം ഫോണിൽ കളിക്കുന്നു. തൊട്ടുമുന്നിലെ മുറിയിലുണ്ടായിട്ടും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധ പരിശോധിക്കാൻ ഗ്ലാസും പ്ലേറ്റും പുറത്തെറിഞ്ഞ് പരീക്ഷിക്കും. വാർഡർമാർ ശബ്ദം കേൾക്കാറില്ല. കമ്പി നൂൽവണ്ണമായിട്ടും വാർഡർമാർ നോക്കിയില്ലെന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിൽ പറയുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് 5 മണിക്കൂർ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ലെന്ന വിവരം മനസ്സിലായത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി. തുടർന്ന് 4 ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു. ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് പുറത്തു കഴിയാറായത്. ചിലർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള തളാപ്പിൽ നിന്നാണ് പിടിയിലായത്. ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പോലീസ് വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഓടിയ ഗോവിന്ദചാമി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കിണറിൽ ചാടി ഒളിച്ചിരുന്നു. പിന്തുടർന്നെത്തിയ പോലീസ് ഇയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തു. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റവാളിയാണ് ഇയാൾ. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിചാരണ കോടതിയും ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. പൊതുജനം സംശയിക്കുന്നതിലും ചോദിക്കുന്നതിലും തെറ്റു പറയാനാവില്ല. ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഏമാന്മാരുണ്ടോ? ആരുടെയെല്ലാം സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്രിമിനലിന്റെ ചേഷ്ടകളെ നിരീക്ഷിക്കേണ്ട പോലീസ് എന്തുകൊണ്ട് നിസ്സാരവൽക്കരിച്ചു? എന്ത് വിശ്വസിച്ചാണ് പൊതുജനം പുറത്ത് സമാധാനത്തോടെ കഴിയേണ്ടത്? ജാഗ്രതക്കുറവ് ചർച്ച ചെയ്യുകയും അടിയന്തര പരിഹാരം ഉണ്ടാവുകയും വേണം. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം വി.എസ്. അച്യുതാനന്ദൻ ഇനിയോർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. ഇനിയില്ല. 101 വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശീല വീണത്.
മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യസഹജമായ അവശതകളുമായി വിശ്രമജീവിതം നയിച്ചുവെന്ന വി.എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23-ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20ഓടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. CPM-ന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി.എസ്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. 3 തവണയായി 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. 7 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 മുതൽ 2009 വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പിന്നീട് വിഭാഗീയതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം PB-യിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം 2016 മുതൽ 21 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ 1921 ഒക്ടോബർ 20-നാണ് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനുമായി ജനനം. അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് 7ാം ക്ലാസ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി.എസ്. തൊഴിലാളികൾക്കിടയിലെത്തുന്നത്. തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിനു വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം 1938-ൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കിയ വി.എസ്. 1940-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. പി. കൃഷ്ണപിള്ളയാണ് വി.എസിന്റെ രാഷ്ട്രീയ ഗുരു. ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വാതന്ത്ര്യസമരത്തിന്റെയും ഭാഗമായി. 1946-ൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ല്. പലതവണ നിയമസഭയിലെത്തിയിട്ടും അധികാരസ്ഥാനങ്ങൾ വി.എസിന് ഏറെ അകലെയായിരുന്നു. പാർട്ടി ജയിക്കുമ്പോൾ വി.എസ്. തോൽക്കും, വി.എസ്. ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ ഇക്കാലയളവിലുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രയോഗത്തിന് അവസാനമിട്ട് 2006-ൽ LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും വി.എസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് 82 വയസ്സുള്ള വി.എസ്. 2011-ൽ വി.എസ്. വീണ്ടും മലമ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും LDF പ്രതിപക്ഷത്തായിരുന്നു. 2016-ൽ LDF ഭരണത്തിൽ തിരിച്ചുവരികയും വി.എസ്. മലമ്പുഴയിൽ നിന്ന് വിജയം ആവർത്തിക്കുകയും ചെയ്തെങ്കിലും മുഖ്യമന്ത്രിയായത് പിണറായി വിജയനായിരുന്നു. അനുരഞ്ജനം എന്ന നിലയിൽ വി.എസിനെ പിന്നീട് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാക്കി. പ്രായാധിക്യത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് 2021-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ലായിരുന്ന വി.എസ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. വി.എസിന്റെ രാഷ്ട്രീയ ജീവിതം കേരളത്തിന് മുന്നിൽ എക്കാലവും തുറന്ന പുസ്തകമായിരുന്നു. സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ. പ്രതിസന്ധിയിൽ പതറാതെ ചഞ്ചലപ്പെടാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ്, കേരളത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ നേതാവ് ഇനിയില്ല. ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം. ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല. ലഹരി മനുഷ്യനെ മൃഗമാക്കുന്നു എന്നത് വാസ്തവമാണ്. ഇതിൽ പൊലിയുന്നതോ നിഷ്കളങ്കരായ മനുഷ്യരും. സ്വസ്ഥമായി ജോലി ചെയ്ത് ജീവിക്കാൻ പോലും ഭയക്കേണ്ട അവസ്ഥ. മനുഷ്യന്റെ സ്വഭാവം മാറുന്നത് എപ്പോൾ എവിടെ എന്ന് പോലും പറയാനാകില്ല. പക്ഷെ പലപ്പോഴും സ്വബോധം നഷ്ടപ്പെട്ട് മനുഷ്യർ ഇരയാക്കുന്നത് ഒന്നും അറിയാത്ത മറ്റു ചിലരെയാണ്. ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഞായറാഴ്ച രാത്രി 11:40-നായിരുന്നു സംഭവം. എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങാത്തേരി സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. 62 വയസ്സായിരുന്നു. സംഭവത്തിൽ ആമ്പല്ലൂർ അളഗപ്പ നഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടാകുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ടച്ചിങ്സ് തർക്കത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനുശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ചു ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ പിന്തുടർന്നെത്തിയ യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കഴുത്തിൽ കത്തികൊണ്ടു കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിത അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. എന്ത് വിശ്വസിച്ചാണ് ബാറിൽ ജീവനക്കാർ ജോലി ചെയ്യേണ്ടത്? മദ്യപിക്കാനെത്തുന്നവർ ലഹരിയുടെ ഉന്മാദത്തിൽ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ മൂലം മറ്റുള്ളവരുടെ ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെടുന്നത്. ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും
വാർത്തയിൽ ഒതുങ്ങുന്നതല്ലാതെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകാത്തതാണ് പ്രതിഷേധാർഹം. ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾക്ക് തടയിടാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണം. ജനങ്ങൾക്ക് നിരവധി ആവശ്യങ്ങൾക്ക് ആശ്രയിക്കേണ്ട പൊതു ഇടമാണ് വില്ലേജ് ഓഫീസ്. ജനനം മുതൽ മരണം വരെയുള്ള രേഖകൾക്കെല്ലാം ഇവിടെ കയറിയിറങ്ങണം. എന്നാൽ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ എന്തു ചെയ്യും? വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന ചിലയിടങ്ങൾ ഇപ്പോഴുമുണ്ട്. പൊതുജനത്തിന്റെ ദുരിതം മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായാൽ പിന്നെ പൊതുജനം നടക്കാതെ എന്തു ചെയ്യാൻ? കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. കടങ്ങോട്, ചിറമനേങ്ങാട്, വെള്ളറക്കാട് എന്നീ 3 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. 10 കിലോമീറ്റർ അധികമാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തന പരിധി. അതിനാൽ തന്നെ 100 കണക്കിന് ഗുണഭോക്താക്കളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ഥിരമായി വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾ നടക്കാതെ ഗുണഭോക്താക്കൾ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. സ്ഥലം മാറിപ്പോകുന്ന ഓഫീസർമാർക്ക് പകരം പുതിയ ആളെ നിയമിക്കാൻ എടുക്കുന്ന കാലതാമസവും ചാർജ് എടുക്കുന്നവർ അവധിയിൽ പോകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. എത്രയും പെട്ടെന്ന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ. മറ്റൊരാൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. സ്മാർട്ട് വില്ലേജുകൾ എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ലാത്ത സ്ഥാപനം എങ്ങനെ സ്മാർട്ടാകും എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം. സ്മാർട്ടാക്കിയാൽ ജനങ്ങൾ രക്ഷപ്പെടും. വാക്കിലല്ല, പ്രവൃത്തിയിലാകണമെന്ന് മാത്രം. മഴക്കാലമായാൽ വെള്ളക്കെട്ട് സർവ്വസാധാരണമാണ്. എന്നാൽ ജനജീവിതത്തിന് ദുരിതമാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടത് അനിവാര്യവുമാണ്. അത് ചെയ്യേണ്ടവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പൊതുജനം പെരുവഴിയിലാകും. പരാതി വെറുതെ പറയുന്നതല്ല, കണ്ടാൽ മനസ്സിലാകും ഇവരുടെ നിസ്സഹായാവസ്ഥ. വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയായില്ല. ജനപ്രതിനിധിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. പുന്നേർകുളം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മന്ദലാംകുന്ന കിണർ ലക്ഷം വീട് നഗര നിവാസികള് ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. കാലവർഷമായാൽ ഇവിടെയുള്ള അംഗൻവാടിയിലേക്കുള്ള 3 അടി വഴിയിലും സമീപത്തെ വീടുകളിലും വെള്ളം കയറും. മഴ കനത്തതോടെ ഇത്തവണയും വീടുകൾ വെള്ളത്തിലായി. പനമ്പറമ്പിൽ കറുപ്പുവിന്റെയും ഹസൈനാരകത്ത് റംലയുടെയും കുടുംബമാണ് ദുരിതമനുഭവിക്കുന്നത്. വഴിയിൽ വെള്ളം കയറിയതിനാൽ കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കാൻ പോലും രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല. വെള്ളക്കെട്ട് കാരണം റംലയുടെ വീടിന്റെ ചുമരുകൾക്കും മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാലവർഷമായാൽ എല്ലാ സമയവും ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളം ഒഴിഞ്ഞു പോകേണ്ട പ്രദേശങ്ങളിൽ വീടുകൾ വന്നതാണ് ഒഴിഞ്ഞു പോകാത്തതിന് കാരണം എന്ന് പറയുന്നു. വീട്ടുകാരും നാട്ടുകാരും നിരവധി പരാതികൾ പഞ്ചായത്തിലും വാർഡ് മെമ്പറോടും പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. അംഗൻവാടിക്കും വീടുകൾക്കുമിടയിൽ മുൻ ഭരണസമിതി ലൈബ്രറിക്കായി 2 നില കെട്ടിടം പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇതും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. മുൻ ഭരണസമിതിയിലും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ വെള്ളക്കെട്ട് പരിഹരിക്കാതെ ഫണ്ട് മറ്റു വാർഡുകളിലേക്ക് വകമാറ്റി ചിലവഴിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. തങ്ങളുടെ ആവശ്യങ്ങൾ ഗൌരവത്തോടെ കണ്ട് പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മെമ്പർ മൂസ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അവൾ മറുപടി ഇവിടെ ഈ വാല അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ മേഡം ഇവിടെ നിന്ന് വന്നു നോക്കി എന്നിട്ട് അന്ന് ഇതെക്കാട്ട് കൂടുതൽ വെള്ളം ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട്. അവരവിടെ മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ. നേരെ കിഴക്കോട്ടുള്ള അതിനെ ഓസ പൈപ്പൊക്കെ കൊണ്ടിട്ടുണ്ട് അവിടെ. നമ്മളെന്തെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അവർ തിരിഞ്ഞു നോക്കണില്ല. ഇത് വെള്ളം വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി ഉണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കണില്ല. ജനപ്രതിനിധികൾ പ്രദേശവാസികളുടെ ആവശ്യം നിരാകരിക്കരുത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇവർ എന്ത് ചെയ്യും എന്നത് ചോദ്യമാണ്. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. പരാതി പറഞ്ഞ് ഒരു കാര്യവുമില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അധികാരികൾ ഈ വഴി വന്ന ഈ ദുരിതം കണ്ടു മനസ്സിലാക്കണം. പരിഹാരം ഉണ്ടാവുകയും വേണം. മുറവിളികൾക്കൊടുവിൽ ആശ്വാസത്തിന് വകയായി. വെള്ളക്കെട്ടായിരുന്നു പ്രശ്നം. നിരന്തര പരാതികളും ചർച്ചയും എല്ലാം തകൃതിയായി നടന്നിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് ജനങ്ങളും വലിയ ആശങ്കയിലായിരുന്നു. ഒടുവിൽ തീരുമാനം വന്നു, കരാറും നൽകി. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത 66 ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് PWD നാഷണൽ ഹൈവേ വിഭാഗം കരാർ നൽകി. വിജയ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല.
റോഡിന്റെ ഗുരുതരാവസ്ഥയും റോഡിലെ കാന തകർന്നതിനാൽ വീടുകളിലേക്കും മുറ്റത്തേക്കും വെള്ളവും ചെളിയും കയറി ജനങ്ങൾ ദുരിതത്തിലാണെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ MLA NK അക്ബർ അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി കാന നിർമ്മിക്കുന്നതിന് 85 ലക്ഷം രൂപ അനുവദിച്ചത്. PWD നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുമ, കരാറുകാരൻ എന്നിവരുമായി സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AH അക്ബർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാനയുടെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചതായും മഴയുടെ ഇടവേള നോക്കി കാന നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി. റോഡ് നിർമ്മാണത്തിനായി 2.45 കോടി രൂപ അനുവദിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്ത്, എസ്റ്റിമേറ്റ് എന്നിവ നൽകിയതായും എത്രയും വേഗം റോഡിന്റെ നിർമ്മാണം നടത്തുമെന്നും PWD NH ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു MLAയെ അറിയിച്ചു. ഇനി നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് ദൗത്യം. മെല്ലെപ്പോക്ക് വേണ്ട എന്നർത്ഥം. ശക്തമായ മഴ തുടരുമ്പോൾ പ്രദേശവാസികൾക്ക് ആദിയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കാന നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ട് പ്രശ്നത്തിനും പരിഹാരമാകും. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.